ഹായ് ഫ്രണ്ട്സ്, ടൈറ്റോ ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹോം യു പി എസുമായി റിലേറ്റഡ് ആണ്, ഒരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പം ബ്രാൻഡ് എസ് ഓഫ് സോണിക് എന്നുള്ളൊരു ബ്രാൻഡാണ്. അതിൻ്റെ മോഡൽ പ്രിമ 1100 എന്നുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഒരു DC ആംബിയർ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ യു പി എസ് ഹോം യു പി എസ് എടുക്കുന്ന ഡിസ്ചാർജിങ് കറണ്ട് അറിയാൻ, അതുപോലെ ചാർജിങ് കറണ്ട് അറിയാൻ എല്ലാമാണ് നമ്മൾ ഈ ഡിജിറ്റൽ DC ആംബിയർ മീറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. ലോഡിന് നമ്മൾ ഒരു 200 വാട്ട്സ് ബൾബ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് കണക്ട് ചെയ്തേക്കുന്നത് ഈ ഹോം യു പി എസിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ സ്റ്റേബിളാണോ അതോ ഇനി ഫ്ലക്ച്വേഷനോ വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളൊരു ബൾബ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഒരു AC അനലോഗ് വോൾട്ടിമീറ്ററാണ്. ഈ വോൾട്ടിമീറ്റർ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഇൻപുട്ട് സൈഡാണ്. ഇപ്പോൾ ഈ ഹോം യു പി എസിന് ഒരു കോഡ് വെയർ ഉണ്ട്. ഇത് കോഡ് വെയറാണ്. ഈ കോഡ് വെയറാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഹോം യു പി എസിലേക്ക് AC ഇൻപുട്ട് വോൾട്ടേജ് വരികയും ബാറ്ററി ചാർജ് ആകുകയും ചെയ്യുന്നത്. അപ്പം ഈ കോഡ് വെയറിന് പാരലായിട്ട് നമ്മളൊരു AC വോൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ ഓൾറെഡി ഓൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഈ യു പി എസ് ഓൺ ചെയ്യുകയാണ്. നമുക്ക് ഓൺ ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്ന ബൾബ് അതിൻ്റെ ബൾബ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഇൻപുട്ട് സൈഡ് കണക്ട് ചെയ്തേക്കുന്ന അനലോഗ് വോൾട്ടിമീറ്ററിൽ ഇതിൽ കണ്ടോ, വോൾട്ടിമീറ്ററിൽ റിവേഴ്സ് വോൾട്ടേജ് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മെയിൻസ് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓവർലോഡ് വന്നു. ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, പക്ഷേ ഓവർലോഡ് വന്നു. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാണ്. ഓഫ് ചെയ്യുമ്പം വീണ്ടും ഓവർലോഡിലേക്കാണ് പോകുന്നത്. വീണ്ടും ഓവർലോഡ് പോയിട്ട് മാറിയിട്ട് തിരിച്ച് വീണ്ടും ഔട്ട്പുട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഈ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യാം.
അങ്ങനെ നമ്മൾ ബോർഡിലെ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ നോ ലോഡ് കറണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ മീറ്ററിൽ ചെക്ക് ചെയ്യാം. 2.6 ആമ്പിയറാണ്. 2.6 ആമ്പിയർ നോ ലോഡ് കറണ്ട് അത്രയാണ് എടുക്കുന്നത്. ഇപ്പം ലോഡില്ല, നമ്മൾ ലോഡ് ഔട്ട്പുട്ടിൽ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. വിത്തൗട്ട് ലോഡിൽ 2.6-അടുത്താണ് നോ ലോഡ് കറണ്ട്. നേരത്തെ നമ്മൾ ഇൻവെർട്ടർ മോഡിൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബൾബ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. ഒന്നും ഫ്ലക്ച്വേഷനോ ബ്ലിങ്കിങ് ഒന്നുമില്ല. ഇനി നമുക്ക് അത് മാത്രമല്ല, നമ്മളിവിടെ AC വോൾട്ട്മീറ്റർ വെച്ചിരുന്നു. AC വോൾട്ട്മീറ്റർ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ബൾബ് ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ റിവേഴ്സ് വോൾട്ടേജ് AC വോൾട്ടേജ് എന്നിട്ട് ഇൻപുട്ട് സൈഡിൽ ഈ മീറ്ററിൽ നമുക്ക് വോൾട്ടേജ് കാണിക്കുമായിരുന്നു. ഒരു 220 വോൾട്ടേജിനടുത്ത് നമുക്ക് ഇൻപുട്ട് സൈഡ് കാണിക്കുമായിരുന്നു. ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓവർലോഡ് എന്നൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് മെയിൻസ് ഓൺ ചെയ്യാം. മെയിൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചാർജിങ് ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാം. ഞാൻ മെയിൻസ് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. മെയിൻസ് വന്നു. ചാർജിങ് ആണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം ചാർജിങ് ആംബിയറാണ് കാണിക്കുന്നത്. DC ആംബിയർ മീറ്ററിൽ 13.7 ആംബിയർ കാണിക്കുന്നുണ്ട്. പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു AC അനലോഗ് വോൾട്ട്മീറ്ററാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഇൻവെർട്ടർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 220 വോൾട്ടിനടുത്ത് ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. മെയിൻസ് ഓൺ ചെയ്യുകയാണ്. അപ്പം നമുക്ക് മെയിൻസ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. 230 വോൾട്ടേജിനടുത്ത് ഇപ്പോഴുണ്ട്. ഇപ്പം ബാറ്ററി ചാർജ് ആകുകയാണ്. ബാറ്ററി ചാർജിങ് 13.9 ആമ്പിയറിലാണ് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.